ഇ.ഡി. കേസ് ഒതുക്കാനായി കോഴ വാങ്ങിയ കേസിൽ ഇ.ഡി. ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ്. ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറും രണ്ടാം പ്രതി വിൽസണും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് കണ്ടെത്തൽ. മൂന്നാം പ്രതി മുകേഷ് കുമാറിന് ഹവാല ഇടപാടുകൾ ഉണ്ടെന്നും കണ്ടെത്തി. അഴിമതിയുടെ വ്യാപ്തി അറിയാൻ വിശദമായ അന്വേഷണം വേണമെന്നും വിജിലൻസ് പറയുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, വലിയ കണ്ടെത്തലുകളാണല്ലോ ജിജീഷ്. കൃഷ്ണ പറഞ്ഞതുപോലെ രാവിലെ 2 ഏജന്റുമാരിൽ തുടങ്ങിയ ഒരു അന്വേഷണമാണ്. അവരാണ് ആദ്യം പിടിയിലായത്. ഈ ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് അവർ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇ.ഡി. ഓഫീസറുടെ പങ്ക് കൂടി വ്യക്തമായത്. ഈ ശേഖർ കുമാർ എന്ന അസിസ്റ്റന്റ് ഡയറക്ടറുടെ പങ്ക് വ്യക്തമായത്. കാരണം കൃത്യമായി തന്നെ ഈ വ്യവസായിയോട് പറഞ്ഞിരുന്നത് വലിയ തോതിലുള്ള ക്രമക്കേട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ട്, അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്താൻ പോകുന്നുവെന്ന് ആദ്യം പറയുന്നു. അതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഈ വ്യവസായിയെ, കൊട്ടാരക്കര സ്വദേശിയായ വ്യവസായിയെ കേന്ദ്രീകരിച്ച് നടക്കുന്നു. അതിനുശേഷമാണ് വീണ്ടും നിങ്ങൾ പണം നൽകിയില്ലെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സമൻസ് വരുമെന്ന് പറയുന്നു. എന്നാൽ അത് കൃത്യമായി തന്നെ ആ സമൻസ് 10-ാം തീയതി, ഇക്കഴിഞ്ഞ 10-ാം തീയതി ഈ വ്യവസായിയെ തേടി എത്തുകയും ചെയ്യുന്നു. അതോടുകൂടിയാണ് അന്വേഷണ സംഘത്തിന് സംശയങ്ങൾ ജനിച്ചത്. കാരണം വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങൾ ഉടലെടുത്തത്. കാരണം ആരുടെയെങ്കിലും സഹായമോ പിന്തുണയോ ഇ.ഡി. ഓഫീസിൽ നിന്ന് ഇല്ലാതെ ഇത്ര കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ കഴിയില്ല. എത്ര കൃത്യമായി തന്നെ ആ സമൻസ് വരുമെന്ന് പറയുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സമൻസ് വരുന്നു. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ ഇടപാടുകളോ ഇടപെടലുകളോ ഈ ഏജന്റുമാർ വഴി ഉണ്ടാകാമെന്ന ഒരു സംശയം തുടക്കം തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായി ഈ 2 പേരെയും ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്തതിലാണ് പ്രധാനമായും ഉദ്യോഗസ്ഥന്റെ പങ്ക്, ശേഖർ കുമാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ ഒരു പണം ആവശ്യപ്പെടുന്നത് 2 കോടി രൂപയാണ് കേസ് ഒതുക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത്. ഈ 2 കോടി രൂപ 50 ലക്ഷം രൂപ വീതം 4 തവണകളായി അല്ലെങ്കിൽ 4 അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കണം എന്ന ഒരു നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. മാത്രമല്ല 2 ലക്ഷം രൂപ പ്രത്യേകം പണമായി തങ്ങളുടെ കൈവശം നൽകണമെന്നും പറഞ്ഞു. ചില സംശയങ്ങൾ വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഇത് ഏജന്റുമാർ നേരിട്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ട് വിളിക്കുന്നത് തന്നെയാണോ തുടങ്ങിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വിജിലൻസിനെ സമീപിച്ചു. വിജിലൻസിൽ ഒരു പരാതി നൽകുകയും ചെയ്തു. തുടർന്നാണ് വിജിലൻസ് ഈ ഏജന്റുമാർക്കായി വലവിരിക്കുകയും പനമ്പള്ളി നഗറിൽ ഈ വ്യാഴാഴ്ച പനമ്പള്ളി നഗറിൽ വെച്ച് പണം കൈമാറുന്നതിനിടയിൽ വിജിലൻസിന്റെ പിടിയിലാവുകയും ചെയ്തത്. തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായത്. ഉത്തരേന്ത്യക്കാരനായ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ സംബന്ധിച്ചുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ വിജിലൻസ് കടന്നിരിക്കുന്നത്. ശരി, വലിയ കണ്ടെത്തലുകളാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.